സാംസ്കാരിക സംഗീത കാരുണ്യവേദി കഴിഞ്ഞ 12 വർഷങ്ങളായി നടത്തിവരുന്ന സംഗീതവും കാരുണ്യവും ചേർന്നുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ കഴിഞ്ഞ 12 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2023 മുതൽ അത് തൃശ്ശൂരിൽ ഞങ്ങൾ സമാരംഭം കുറിച്ചു. ജോൺസൺ മാസ്റ്ററുടെ പേരിലുള്ള അവാർഡ് 2023 മോഹൻ സിത്താരയ്ക്ക് സമർപ്പിച്ചു. അതിനുശേഷം 2024 ഗായകൻ പി ജയേന്ദ്രന് ജോൺസൺ മാസ്റ്ററുടെ പേരിലുള്ള അവാർഡ് സമ്മാനിച്ചു. 2025 കൈതപ്പുറം തിരുമേനിക്ക് അവാർഡ് സമർപ്പിച്ചു. ഈ വർഷം ജോൺസൺ മാസ്റ്റർ ഒട്ടനവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ജി വേണുഗോപാൽ സാറിനാണ് ഈ 4ാമത് ജോൺസൺ മാസ്റ്ററുടെ പേരിലുള്ള പുരസ്കാരം സമർപ്പിക്കുന്നത് ജോൺസൺ മാസ്റ്ററുടെ പ്രിയ പത്നി റാണി ജോൺസൺ ആണ്. ആ വേദിയിൽ വെച്ച് ഞങ്ങൾ അവശത അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ചന്ദ്രിക സ്മാരക കാരുണ്യ ധനസഹായം കൂടി വിതരണം ചെയ്യുന്നുണ്ട്. അവാർഡ് തുക 25,001 രൂപയാണ്. പുരസ്കാരവും ജി വേണുഗോപാലിന്റെ മകൻ അരവിന്ദ് വേണുഗോപാൽ നയിക്കുന്ന ജോൺസൺ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള താനെ പൂവിട്ട മോഹം എന്ന സംഗീത പരിപാടി വേദിയിൽ ഇറങ്ങിയത്. സത്യനന്ദിക്കാട് ഔസേപ്പച്ചൻ, ഫാദർ പോൾ പൂവത്തിങ്കൽ, ജോൺസൺ മാസ്റ്റർ കുടുംബാംഗങ്ങൾ എല്ലാവരും പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. $15,000. പിന്നൊരു അഭ്യർത്ഥനയുണ്ട്. ജോൺസൺ മാസ്റ്റർ വിട പറഞ്ഞിട്ട് 15 വർഷം തികയാണ് ഈ ഓഗസ്റ്റ് 18-ന്. അന്നേ ദിവസം തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പരിപാടിനെ പറ്റി ഇപ്പോൾ വേണുഗോപാലനാണല്ലോ, അദ്ദേഹത്തിൻ്റെ കുറേ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. അതൊരു പ്രത്യേക ഒരു ആർട്ടിക്കിളായിട്ട് പത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരുന്നു, ഒരു അഭിപ്രായമുണ്ട്. ഇല്ലില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ജോൺസൺ മാസ്റ്റർ ഫാമിലിയായിട്ട് നമ്മൾ അടുത്ത ബന്ധമുണ്ട്. അതൊരു സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു കാര്യമാണല്ലോ. അതിപ്പോൾ നമ്മളൊരു സ്ഥലം വിട്ടുകൊടുത്താലാണ് അങ്ങനെ ഒരു സ്മാരകം വരുള്ളൂ. പറ്റിയൊരു സ്ഥലം അവർ കണ്ടെത്തണം. ജോൺസൺ ഫൗണ്ടേഷൻ വർഷം തോറും പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതവർ അഖില കേരള അടിസ്ഥാനത്തിൽ ഗായകരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇതിൻ്റെ കൂടെ ചെയ്യുന്നത്. നമ്മൾ ജോൺസൺ മാസ്റ്റർ പേരിൽ അവാർഡാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് രണ്ട് പ്രോഗ്രാമായിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ പേര് സിനീഷ് ശങ്കരൻകുട്ടി. പിന്നെ ദാസേട്ടൻ്റെ ശിഷ്യനാണ് അദ്ദേഹം. ദാസേട്ടൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, ഇവിടെ കേരളത്തിലുണ്ടെങ്കിൽ. ആളൊരു ശിഷ്യൻ കൂടിയാണ്. എല്ലാവരുടെയും സഹായ സഹകരണം, നല്ലൊരു കവറേജ് ഉണ്ടാവണം പ്രോഗ്രാമിന്. ഓക്കെ.